ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഈ വർഷത്തെ 2024-25 CBSE എക്സാമിനേഷന്റെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തത് കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് എ സ്ക്വയർ മാട്രിക്സ് A into adjoint A is equal to matrix 2025 0 0 0 2025 0 0 0 2025, then the value of determinant A plus determinant adjoint A is equal to. ഇവിടെ 4 ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിൽ ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് എന്ന് പറയാം. ഈ ഒരു പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സിന്റെ ഓർഡർ എത്രയാണ്? ഓർഡർ n is equal to 3. ഓർഡർ n is equal to 3 ആണെങ്കിൽ നമുക്ക് ഒരു ഫോർമുല ഉണ്ട്. ഡിറ്റർമിനന്റ് അഡ്ജോയിന്റ് A എന്താണ്? ഡിറ്റർമിനന്റ് അഡ്ജോയിന്റ് A എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് A raised to n minus 1 ആണ്. അപ്പൊ ഡിറ്റർമിനന്റ് അഡ്ജോയിന്റ് A is equal to, ഇവിടെ n എന്ന് പറഞ്ഞാൽ 3 ആയതുകൊണ്ട് ഡിറ്റർമിനന്റ് 3 minus 1 2. അപ്പൊ ഡിറ്റർമിനന്റ് അഡ്ജോയിന്റ് എയും ഡിറ്റർമിനന്റ് എ സ്ക്വയർ തമ്മിലുള്ള ബന്ധം നമുക്ക് കിട്ടി. ഡിറ്റർമിനന്റ് അഡ്ജോയിന്റ് എ എന്താണ്? ഡിറ്റർമിനന്റ് എ സ്ക്വയർ ആണ്. ഇനി അടുത്ത സ്റ്റേജ് നമുക്കറിയാം, എ ഇൻറ്റു അഡ്ജോയിന്റ് എ നമുക്ക് ഈ മെട്രിക്സിൽ നിന്ന് 2025 നമുക്ക് പുറത്തേക്ക്. ബാക്കി എന്ത് വരും? 1 0 0 1 0 0 0 1. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്? 2025 ഇൻറ്റു ഐ 2025 ഇൻറ്റു ഐ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു റിസൾട്ട് ഉണ്ട്. ആസ് എ ഇൻറ്റു അഡ്ജോയിന്റ് എ ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് എ ഇൻറ്റു ഐ. ഇങ്ങനെ കിട്ടും. എ ഇൻറ്റു അഡ്ജോയിന്റ് എ ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് എ ഇൻറ്റു ഐ. therefore ഡിറ്റർമിനന്റ് എ എന്ന് പറഞ്ഞാൽ കിട്ടി 2025. നമുക്ക് എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്? ഡിറ്റർമിനന്റ് എ പ്ലസ് ഡിറ്റർമിനന്റ് അഡ്ജോയിന്റ് എ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. ഡിറ്റർമിനന്റ് എ എത്ര കിട്ടി നമുക്ക്? 2025 പ്ലസ് ഡിറ്റർമിനന്റ് അഡ്ജോയിന്റ് എ എന്താണ്? ഇപ്പൊ നമ്മൾ അനുസരിച്ച് പഠിച്ചു, ഡിറ്റർമിനന്റ് എ സ്ക്വയർ ആണ്. അപ്പൊ ഡിറ്റർമിനന്റ് എ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്ര വരും? 2025 സ്ക്വയർ. അപ്പൊ നമുക്ക് ആൻസർ കിട്ടിയ എത്രയാണ്? 2025 പ്ലസ് 2025 the whole square. ഓപ്ഷൻ ഏതാണ് കറക്റ്റ്? ഓപ്ഷൻ ഡി is the correct answer. ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഈ ഒരു പ്രോബ്ലം ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിച്ച ഫോർമുലാസ് എന്താണ്? ഡിറ്റർമിനന്റ് അഡ്ജോയിന്റ് എ. ഡിറ്റർമിനന്റ് അഡ്ജോയിന്റ് എ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് എ റേസ് ടു n minus 1. ഡിറ്റർമിനന്റ് എ റേസ് ടു n minus 1. ഇവിടെ നമുക്ക് n എന്നുള്ളത് 3 ആണ്. ഓർഡർ 3 ആയതുകൊണ്ട് ഡിറ്റർമിനന്റ് അഡ്ജോയിന്റ് എ നമുക്ക് എന്ത് കിട്ടും? ഡിറ്റർമിനന്റ് എ സ്ക്വയർ കിട്ടും. ഇനി നമുക്ക് എന്താണ് നമ്മുടെ അടുത്ത എയിം? ഡിറ്റർമിനന്റ് എ കണ്ടുപിടിക്കണം. ഡിറ്റർമിനന്റ് എ കണ്ടുപിടിക്കാനായിട്ട് തന്നിരിക്കുന്ന മെട്രിക്സ് നമുക്ക് എങ്ങനെ എഴുതാം? എ ഇൻറ്റു അഡ്ജോയിന്റ് എ ഈസ് ഈക്വൽ ടു 2025 ഇൻറ്റു ഐ എന്ന് എഴുതാം. We know that one result A into adjoint A is equal to determinant A into I. Therefore determinant A നമുക്ക് എത്ര കിട്ടി? 2025 കിട്ടി. അപ്പോൾ determinant A നമുക്ക് കിട്ടി, adjoint A യും determinant A സ്ക്വയർ നമ്മുടെ ബന്ധം നമുക്ക് കിട്ടി. Then we can write the result as determinant A plus determinant adjoint A എന്ന് പറഞ്ഞാൽ determinant A യുടെ സ്ഥാനത്ത് നമ്മൾ എന്ത് എഴുതുന്നു? 2025 എഴുതുന്നു. determinant adjoint A യുടെ സ്ഥാനത്ത് എന്ത് എഴുതുന്നു? 2025 സ്ക്വയർ എഴുതുന്നു. ഓപ്ഷൻ ഡി is the correct answer. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: എല്ലാവരും നോട്ട് ചെയ്തെടുക്കുക. എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആ ഫോർമുലാസ് ഒക്കെ കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഡിറ്റർമിനന്റ് അഡ്ജോയിന്റ് എന്ന് പറഞ്ഞ ഡിറ്റർമിനന്റ് എ റേസ് ടു n minus 1. ആ റിസൾട്ട് ഉപയോഗിച്ചിട്ടാണ് ഡിറ്റർമിനന്റ് അഡ്ജോയിന്റ് എ ഡിറ്റർമിനന്റ് എ സ്ക്വയർ നമ്മൾ ബന്ധം കണ്ടുപിടിക്കുക. ആ ബന്ധം കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമ്മൾ ആരെ കണ്ടുപിടിക്കുക? ഡിറ്റർമിനന്റ് എനെ കണ്ടുപിടിക്കുക. ഡിറ്റർമിനന്റ് എനെ എങ്ങനെ കണ്ടുപിടിച്ചു? എ ഇൻറ്റു അഡ്ജോയിന്റ് എ ഡിറ്റർമിനന്റ് എ ഇൻറ്റു ഐ എന്ന് കിട്ടി. അപ്പൊ ഡിറ്റർമിനന്റ് എ 2025 കിട്ടി. റിസൾട്ട് കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, മറ്റൊരെയാണ് കേട്ടോ. 2024-25 സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിലെ CBSE എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം.
Next question. In the interval in which the function f defined by the function f defined by f of x is equal to e raised to x is strictly increasing is നമുക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓപ്ഷൻ ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ എ, ഫസ്റ്റ് ഓപ്ഷൻ ക്ലോസ് ഇന്റർവൽ, ക്ലോസ് ഓപ്പൺ 1 ഇൻഫിനിറ്റി. ഓപ്ഷൻ ബി എന്താ തന്നിരിക്കുന്നത്? ഓപ്പൺ ഇന്റർവൽ -ഇൻഫിനിറ്റി 0. ഓപ്ഷൻ സി എത്രയാണ് തന്നിരിക്കുന്നത്? -ഇൻഫിനിറ്റി +ഇൻഫിനിറ്റി. ഓപ്ഷൻ ഡി നമുക്ക് തന്നിരിക്കുന്നത് 0 ഇൻഫിനിറ്റി. ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ്? എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതിയെടുത്തേ, എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതിയെടുക്കട്ടോ. എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതിയെടുക്കാം. In the interval in which the function f defined by f of x is equal to e raised to x is strictly increasing. ഒരു ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആകണമെങ്കിൽ നമ്മുടെ കണ്ടീഷൻ എന്താണ്? ഫോർ എ ഫംഗ്ഷൻ strictly increasing ആവണമെങ്കിൽ dy by dx എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. dy by dx ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം അല്ലേ? ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താണ്? f of x is equal to e raised to x ആണ്. അപ്പോൾ f of x ന്റെ ഡെറിവേറ്റീവ്, ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്താണ്? f dash x, അതാണ് dy by dx e raised to x. e raised to ഗ്രേറ്റർ ദാൻ 0 വരുന്നത് എപ്പോഴാണ്? ഗ്രേറ്റർ ദാൻ 0 വരുന്നത് x belongs to ഏത് ഇന്റർവൽ ആണ്? -ഇൻഫിനിറ്റി ടു +ഇൻഫിനിറ്റി. -ഇൻഫിനിറ്റി മുതൽ +ഇൻഫിനിറ്റി വരെ, -ഇൻഫിനിറ്റിയുടെയും +ഇൻഫിനിറ്റിയുടെയും ഇടയ്ക്കുള്ള എല്ലാ വാല്യൂസിലും ഫംഗ്ഷൻ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. നിങ്ങൾ ഇവിടെ നെഗറ്റീവ് വാല്യൂ കൊടുത്തോളൂ. എക്സിന് നെഗറ്റീവ് വാല്യൂ കൊടുത്താലും നമുക്ക് എന്ത് വരും? അത് പോസിറ്റീവ് ആയിട്ട് വരും. e raised to -1, e raised to -2 എന്ത് വന്നാലും ഒക്കെ പോസിറ്റീവ് ആണ്. അപ്പൊ -ഇൻഫിനിറ്റിക്കും +ഇൻഫിനിറ്റിക്കും ഇടയ്ക്കുള്ള എല്ലാ വാല്യൂസിലും ഈ ഫംഗ്ഷൻ എന്താണ്? ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്താണ്? f dash x ഗ്രേറ്റർ ദാൻ 0 ആണ്. f dash x എന്ന് പറഞ്ഞാൽ e raised to x ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പൊ നമ്മുടെ ഇന്റർവൽ ഏതാണ്? x belongs to ഓപ്പൺ ഇന്റർവൽ. ഓപ്പൺ ഇന്റർവൽ എന്ന് പറഞ്ഞാൽ -ഇൻഫിനിറ്റിയും +ഇൻഫിനിറ്റിയും അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. -ഇൻഫിനിറ്റിക്കും +ഇൻഫിനിറ്റിക്കും ഇടയ്ക്കുള്ള എല്ലാ വാല്യൂസിലും ഈ e raised to x ന്റെ വാല്യൂ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അപ്പൊ നമ്മളോട് ചോദിച്ചത് എന്താണ്? ആ ഇന്റർവെൽ കണ്ടുപിടിക്കാനാ പറഞ്ഞിരിക്കുന്നത്. f of x equal to e raised to x സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആകുന്ന ഇന്റർവെൽ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചോദിച്ചു. ആ ഇന്റർവെൽ നമ്മൾ കണ്ടുപിടിച്ചു. ഏതാണ് ഇന്റർവെൽ? -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി, ഓപ്പൺ ഇന്റർവെൽ -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. നമ്മുടെ ഓപ്ഷൻ ഏതാണ് ശരി? ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പൊ നിങ്ങൾ എഴുതിയെടുക്കുമ്പോൾ ഈ തിയറി എഴുതുക. എന്താണ് തിയറി? ഒരു ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആകണമെങ്കിൽ അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. dy by dx ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്നതാണ്, ഓർ f dash x ഗ്രേറ്റർ ദാൻ 0. അപ്പൊ നമ്മൾ തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ f dash x കണ്ടുപിടിച്ചപ്പോ നമുക്ക് എന്താണ് കിട്ടിയത്? e raised to x ആണ് കിട്ടിയത്. e raised to ഗ്രേറ്റർ ദാൻ 0 വരുന്നപ്പോഴാണ് ഈ ഇന്റർവെല്ലിന്റെ ഉള്ളിലുള്ള ഏത് വാല്യൂ നിങ്ങൾ എടുത്തോളൂ, -ഇൻഫിനിറ്റിക്കും +ഇൻഫിനിറ്റിക്കും ഇടയ്ക്കുള്ള ഏത് വാല്യൂസ് നിങ്ങൾ എടുത്താലും e raised to x ന്റെ വാല്യൂ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും കേട്ടോ. എഴുതിയെടുത്തോളൂ, എല്ലാവരും എഴുതിയെടുത്തോളൂ കേട്ടോ. ഓരോ പ്രോബ്ലത്തിലും വരുന്ന തിയറി പാർട്ട് കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. എന്തിന്റെ ബേസിലാണ് നമ്മൾ ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആണെന്ന് പറയുന്നത്? ആ ഒരു തിയറി ഓരോ മോഡ്യൂളിലും കൃത്യമായിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ഈസി ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ സാധിക്കും കേട്ടോ.
കൃത്യമായിട്ട് എഴുതിയെടുക്കുക. ഇത് നമ്മൾ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ആ റിസൾട്ട് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇപ്പോൾ ഈ ഫംഗ്ഷൻ തന്നെ സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആണെന്ന് ചോദിച്ചത്. ഡിക്രീസിംഗ് ആണെങ്കിലോ എഫ് ഡാഷ് എക്സ് ലെസ് ദാൻ 0 വരണം. എഫ് ഡാഷ് എക്സ് ലെസ് ദാൻ 0. അപ്പൊ അങ്ങനെയുള്ള ഓരോ ചാപ്റ്ററിലുമുള്ള ആ തിയറി കൺസെപ്റ്റ് നിങ്ങളുടെ കൃത്യമായിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതുമായിട്ട് ആ മോഡ്യൂളില് അല്ലെങ്കിൽ ആ ചാപ്റ്ററിലെ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾ കറക്റ്റ് ഓപ്ഷൻ കണ്ടെത്തി ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞില്ല എല്ലാവരും? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇത് മാച്ചാണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാം. ഇതേപോലത്തെ കുറെ ക്വസ്റ്റ്യൻസ്, ഇത് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ്. 2024-25 സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ.